നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 20 തിങ്കളാഴ്ചയാണ്. ആദ്യമായി ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്ത, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച സ്ഥാനാരോഹണം ചെയ്യും. അതുകൊണ്ട് തന്നെ യുഎസിലെ 3 മാർക്കറ്റുകളും നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. S&P 500ഉം ഡൗ ജോൺസും നവംബർ ആദ്യത്തിന് ശേഷം ഏറ്റവും മികച്ച പ്രതിവാര നേട്ടമാണ് കൈവരിച്ചത്. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോൾ സമീപകാലത്തായി പുറത്തുവരുന്ന ഡാറ്റകൾ മൂലം ലഘൂകരിച്ചതുകൊണ്ട് തന്നെ ഫെഡറൽ റിസർവ് ഈ വർഷം കൂടുതൽ നിരക്ക് കുറയ്ക്കുന്നതിലേക്ക് പോകും എന്ന പ്രതീക്ഷകളാണ് വെള്ളിയാഴ്ചയും US മാർക്കറ്റിലുണ്ടായത്. എന്നിരുന്നാലും 14 മാസത്തെ ഉയർന്ന നിരക്കായ 4.809% ഇനിയും അടുത്തിട്ടില്ല എന്നത് ഒരു ആശ്വാസം തന്നെയാണ്. ഇനി S&P 500ലെ 11ൽ 9 സെക്ടറുകളും നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. അതിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് കൺസ്യൂമർ ഡിസ്ക്രിഷണറി ആയിരുന്നു. എൻവിഡിയ 3.1% ഉയർന്നു. ബ്രോഡ്കോം 3.5% നേട്ടമുണ്ടാക്കി. ഇന്റൽ 9.25% ഉയരുകയുണ്ടായി. ഇന്ന് US മാർക്കറ്റ് മാർട്ടിൻ ലൂതർ കിങ് ഡേയോടനുബന്ധിച്ച് അവധിയാണ്. ഇനി യൂറോപ്പിലെ 3 മാർക്കറ്റുകളും നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE റെക്കോർഡ് ഹൈ ആണ് അവിടെ ടച്ച് ചെയ്തത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ് കോയിൻ ഇപ്പോഴും $1,00,000 മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സ്പോട്ട് ഗോൾഡ് 0.4% ഇടിവാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. ഗോൾഡ് പ്രൈസ് ആയിട്ട് ഇപ്പോൾ കേരളത്തിലുള്ളത് 59,480 രൂപയാണ്. ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാൽ ഇപ്പോൾ Q3 റിസൾട്ടുകൾ തന്നെയാണ് ഇപ്പോൾ ഫോക്കസിലുള്ളത്. ഇപ്പോൾ പുറത്തു വന്ന Q3 റിസൾട്ടുകൾ എത്തരത്തിലായിരുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു അവലോകനം നമ്മളിവിടെ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ പറയുന്നുണ്ട്. കൂടാതെ ഒത്തിരിയേറെ നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ച കമ്പനികളും മോശം റിസൾട്ട് കൊണ്ടുവന്ന കമ്പനികളെ കുറിച്ചുള്ള കാര്യങ്ങളും നമ്മളിവിടെ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ രാവിലെ 9 മണി മുതൽ 3:30 വരെ എഡ്യൂക്കേഷൻ വ്യൂസ് നൽകുന്ന നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തൊട്ടുമുകളിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ഇന്നത്തെയും നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ ആഴ്ച പ്രധാനപ്പെട്ട ധാരാളം കമ്പനികളുടെ റിസൾട്ടാണ് പുറത്തു വന്നത്. അത്തരത്തിൽ കഴിഞ്ഞ ആഴ്ച കൊടാക് മഹീന്ദ്ര ബാങ്കിന്റെ റിസൾട്ട് പുറത്തു വന്നിരുന്നു. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 3,305 കോടി രൂപയാണ്. അതായത് ഇയർ ഓൺ ഇയറിൽ 10% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയത്. ഇനി ലോൺ ഗ്രോത്തിൽ 15% വർധനവും ഡെപ്പോസിറ്റ് ഗ്രോത്തിൽ 16% വർധനവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 10% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. നല്ല റിസൾട്ട് തന്നെ ആയിരുന്നെങ്കിലും ബ്ലൂംബർഗിന്റെ എസ്റ്റിമേറ്റിനെ സ്ലൈറ്റ്ലി മിസ് ചെയ്തു എന്നാണ് ഈ ഡാറ്റ കാണിക്കുന്നത്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ Q3 റിസൾട്ടുകളുടെ കാലഘട്ടമാണ് ഇപ്പോൾ പുറത്തു വന്ന 142 കമ്പനികളുടെ റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഒരു സാവധാനത്തിലുള്ള വളർച്ച മാത്രമാണ് Q3യിൽ ഉണ്ടായിരിക്കുന്നത് എന്നും മാർജിനുകളിൽ ഒരു വർധനമുണ്ടായതായും കാണപ്പെടുന്നുണ്ട്. ഇതുവരെ റിസൾട്ട് പുറത്തു വന്ന 142 കമ്പനികൾ, അതായത് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ള കമ്പനികളിൽ മുൻനിര വളർച്ച 2025 സാമ്പത്തിക വർഷത്തിലെ 3ാം പാദത്തിൽ ഇയർ ഓൺ ഇയറിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 1% ഇടിവാണ് വന്നിരിക്കുന്നത്. അതായത് ടോപ്പ് ലൈൻ വളർച്ചയിൽ 1% ഇടിവ് കാണാം. ചെലവിൽ ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കുന്നു. മൊത്തത്തിലുള്ള ചെലവ് 1.7% ചുരുങ്ങി. ഇത് പ്രവർത്തന ലാഭവിഹിതം 209 ബേസിസ് പോയിന്റ്സ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ദുർബലമായ വരുമാന വളർച്ച ഉണ്ടായിരുന്നിട്ടും പ്രവർത്തന ലാഭം 7.8% മെച്ചപ്പെട്ടു. സമീപകാലത്ത് നല്ല പ്രകടനം കാഴ്ചവെച്ച IT ഇൻഡെക്സിൽ ഇത്തവണ സമ്മിശ്ര ഫലങ്ങളാണ് കൊണ്ടുവന്നത്. ഇൻഫോസിസും വിപ്രോയും പ്രതീക്ഷകളെ ബീറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് തന്നെയായിരുന്നു കൊണ്ടുവന്നത്. എന്നാൽ HCL ടെക്നോളജീസിനെ സംബന്ധിച്ച് മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. ഈ Q3 റിസൾട്ടുകളും ചില വെല്ലുവിളികൾ തന്നെയാണ് ഉയർത്തിക്കാട്ടുന്നത്. ഏതായാലും ബാക്കി വരാനിരിക്കുന്ന റിസൾട്ട് കൂടി നമുക്കൊന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ട്. അടുത്തതായി കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ്. ആദ്യം ഡിക്സോൺ ടെക്നോളജീസ് 133 കോടി രൂപയ്ക്ക് ഭൂമിയും ആസ്തികളും വാങ്ങാൻ ഡിക്സോൺ ടെക്നോളജീസിന്റെ അനുബന്ധ സ്ഥാപനം KHY ഇലക്ട്രോണിക്കുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. അടുത്തത് ഹിറ്റാച്ചി എനർജി എന്ന കമ്പനിയാണ്. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് QIP വഴി 4,200 കോടി രൂപ സമാഹരിക്കുന്നതിന് ഹിറ്റാച്ചി എനർജി പദ്ധതി ഇടുന്നുണ്ട്. ഈ നിർദ്ദേശം 2025 ജനുവരി 18 ചേർന്ന ബോർഡ് യോഗം തീരുമാനിച്ചു. അടുത്തതായി Q3 റിസൾട്ടുകളിലേക്കാണ്. ആദ്യം വിപ്രോ. റവന്യൂവിൽ 0.4% വർധനവാണ് ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ വന്നിരിക്കുന്നത്. 22,285.1 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 4.5% വർധനവാണ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നത്. കമ്പനി 6 രൂപയാണ് ഡിവിഡൻഡായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊരു കമ്പനി ടെക് മഹീന്ദ്രയാണ്. ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ 21.4% ഇടിവാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 983.2 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 0.2% ഇടിവ് രേഖപ്പെടുത്തി. എബിറ്റ 5.5% വർധനമാണ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഉണ്ടാക്കിയത്. അടുത്തത് RBL ബാങ്കാണ്. നെറ്റ് പ്രോഫിറ്റിൽ 86% ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 33 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്.
ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ ഇടിവ് സംഭവിച്ചത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 3% വർധനവ് രേഖപ്പെടുത്തി. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ 159.5% വർധനവുമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. അടുത്തത് ICICI ലംബാർഡ് ജനറൽ ഇൻഷുറൻസ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 67.9% വർധനമാണ് കമ്പനി ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 724.4 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. ഗ്രോസ് ഡയറക്ട് പ്രീമിയത്തിൽ 0.3% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. അടുത്തത് ഇന്ത്യൻ ഹോട്ടൽസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 32.6% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. 632.5 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. റവന്യൂവിൽ 29% വർധനവുമാണ് രേഖപ്പെടുത്തിയത്. മറ്റൊരു കമ്പനി GMR എയർപോർട്ട് ആൻഡ് ഇൻഫ്ര എന്ന കമ്പനിയെ സംബന്ധിച്ചുള്ള വാർത്തയാണ്. പാസഞ്ചർ ട്രാഫിക്കിൽ 2024 ഡിസംബറിൽ 9% വർധനവ് ഇയർ ഓൺ ഇയറിലും 6% വർധനവ് മന്ത് ഓൺ മന്തിലും വന്നിരിക്കുന്നു. ഇന്ന് പുറത്തു വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്ക് പേടിഎം, സൊമാറ്റോ, APL അപ്പോളോ ട്യൂബ്സ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഡിക്സൺ ടെക്നോളജീസ്, IDBI ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ, ICICI സെക്യൂരിറ്റീസ്, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക്, L&T ഫിനാൻസ്, MCX ഇന്ത്യ, ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസ്, ഒബ്രോയ് റിയാലിറ്റി, സൺടെക് റിയാലിറ്റി തുടങ്ങിയവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ കാൻഫിൻ ഹോംസ്, ആർത്തി ഇൻഡസ്ട്രീസ്, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ഏഞ്ചൽ വൺ, ബന്ധൻ ബാങ്ക്, ഹിന്ദുസ്ഥാൻ കോപ്പർ, കല്യാൺ ജ്വല്ലേഴ്സ്, L&T ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ്, RBL ബാങ്ക് തുടങ്ങിയവയാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഓപ്ഷൻസ് വലിയ ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ഒരുപാട് പേർ അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാതെ അതിൽ പൈസ കളയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസിന്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഉപകാരപ്രദമാകും. അതും വെറും 4 ക്ലാസ്സുകൾ കൊണ്ട് ചുരുങ്ങിയ 2000 രൂപ കൊണ്ടാണ് നമ്മളിവിടെ ആ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഈ ഓപ്ഷൻസിന്റെ ബേസിക് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് തൊട്ടുമുകളിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് അതിന്റെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. കൂടാതെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതുമാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. വീണ്ടും വലിയ സെല്ലിംഗ് തന്നെയാണ് FISന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. 3318 കോടി രൂപയ്ക്ക് FIS സെല്ല് ചെയ്തു. DIs ആവട്ടെ 2572 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1.41% നേട്ടത്തിലാണ്. തായ്വാൻ മാർക്കറ്റ് 0.62% നേട്ടത്തിലും, ഹോങ്കോങ് മാർക്കറ്റ് 1.11% നേട്ടത്തിലും, കോസ്പി മാർക്കറ്റ് 0.01% ഇടിവിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.26% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,289 എന്ന നിലയിലാണ്. 51 പോയിന്റ്സ് അപ്സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് നിഫ്റ്റിയിൽ ഇന്ന് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഏകദേശം 20 മുതൽ 25 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഒരുപാട് പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് വരുന്ന ഒരാഴ്ചയാണ്. ആ കമ്പനികളുടെ റിസൾട്ട് എല്ലാം നമുക്ക് അതാത് ദിവസങ്ങളിൽ തന്നെ പറഞ്ഞു പോകാം. ഇനി ചൊവ്വാഴ്ച പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് ഉള്ളത് UK അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആണ്. വ്യാഴാഴ്ച യൂറോ ഏരിയ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റയും US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും യൂറോ ഏരിയ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റയുമാണ് പുറത്തു വരുന്നത്. വെള്ളിയാഴ്ച ഇന്ത്യയിൽ നിന്നും ഇന്ത്യ മാനുഫാക്ചറിംഗ് PMI ഡാറ്റയും യൂറോ ഏരിയ മാനുഫാക്ചറിംഗ് PMI ഡാറ്റയും UK മാനുഫാക്ചറിംഗ് PMI ഡാറ്റ, US മാനുഫാക്ചറിംഗ് PMI ഡാറ്റ, ഇന്ത്യൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഡാറ്റ എന്നിവ പുറത്തു വരും. ധാരാളം പ്രധാനപ്പെട്ട ഇവന്റ്സ് ഉള്ള ഒരു ആഴ്ച തന്നെയാണ്. ഓയിൽ പ്രൈസുകളിലേക്ക് വെള്ളിയാഴ്ച ഓയിൽ പ്രൈസുകൾ ഇടിയുകയുണ്ടായി. എന്നിരുന്നാലും തുടർച്ചയായ 4ാമത്തെ ആഴ്ചയും പോസിറ്റീവ് ക്ലോസ് ചെയ്യാൻ ഓയിൽ പ്രൈസുകൾക്ക് സാധിച്ചു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 80.70 എന്ന നിലയിൽ 0.11% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $77.39 പെർ ബാരൽ എന്ന നിലയിൽ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നിഫ്റ്റിയിലേക്ക് 23,203 108 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു സോണിനുള്ളിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. 23,360 23,200 ഇടയിൽ തന്നെയായിരുന്നു നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച ട്രേഡ് ചെയ്തത്. ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 23,203 നിഫ്റ്റിയിൽ വീക്ക്ലിയിൽ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. കൂടാതെ ഒരു ആവറേജ് വോളിയത്തേക്കാൾ കൂടുതലുള്ള ഒരു ബുള്ളിഷ് വോളിയമാണുള്ളത്. ഏതായാലും ഓവറോൾ ട്രെൻഡ് ഇപ്പോൾ വീക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഡൗൺ സൈഡിലെ ആദ്യത്തെ ലെവൽ തിങ്കളാഴ്ചത്തെ ലോ ആയിട്ടുള്ള 23,044 തന്നെയാണ്. അതിനുശേഷം ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സോണായിട്ട് വരുന്നത് 22,785 75 മുതൽ 22,530 വരെയുള്ള ആ ഒരു സോണാണ്. വെള്ളിയാഴ്ച നമ്മൾ തംബ്നെയിലിൽ പറഞ്ഞതുപോലെ റിലയൻസ് ഒരു രക്ഷകനായി വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എന്നാൽ റിലയൻസിനെ കൊണ്ടും അത് ചെയ്യാൻ സാധിച്ചില്ല.
ഒടുവിൽ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. കൂടാതെ IT ഇൻഡെക്സും വെള്ളിയാഴ്ച ഇടുകയുണ്ടായി. അപ്സൈഡിലേക്ക് വന്നാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ 23,263 ആണ്. അതിനുശേഷം നമ്മുടെ ഈ സോൺ ആയിട്ടുള്ള 23,360 ശ്രദ്ധിക്കുക. ഏതായാലും നിഫ്റ്റി പൊതുവിൽ വീക്ക് ആയതുകൊണ്ട് തന്നെ ആദ്യം ബ്രേക്ക് ചെയ്യേണ്ടത് 23,350 എന്ന ആ ഒരു ലെവൽ തന്നെയാണ്. പിന്നീട് അപ്സൈഡിൽ 23,600 ആ ഒരു ലെവലിലാണ് 20 ഡേ EMA ഉള്ളത്. ആ ഒരു ലെവൽ കൂടി അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തതായി ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ സിറ്റുവേഷൻ ബുൾസിനെയാണോ ബിയേഴ്സിനെയാണോ കൂടുതലായി സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം 23,200 സ്ട്രൈക്കിൽ ATM സ്ട്രൈക്കിൽ 45% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ കുറച്ചുകൂടി വർധനവുള്ളത് കോൾ സൈഡിലാണ്. 141% വർധനവ് കാണാം. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. അടുത്തതായി 23,150 സ്ട്രൈക്കിൽ 170% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. 257% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണത്. 23,250 സ്ട്രൈക്കിൽ 160% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 300% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സിനാണ് കുറച്ചുകൂടി ശക്തിയുള്ളത് എന്ന് കാണാം. അടുത്തതായി നിഫ്റ്റിയിലെ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ട്രൈക്ക് 24,000 അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,700 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,700 അതിനുശേഷം 23,000 സ്ട്രൈക്ക് അതിനുശേഷം 22,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ടാമത്തെ സ്ട്രൈക്കായി 23,500 അതിനുശേഷം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000 ബാങ്ക് നിഫ്റ്റിയിലേക്ക് 48,540 738 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഏകദേശം 1.5% ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ഇടിഞ്ഞത്. ബാങ്ക് നിഫ്റ്റിയും ഇപ്പോഴും ട്രേഡ് ചെയ്യുന്ന എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും താഴെയായിട്ടാണ്. വീക്ക്നെസ് തന്നെയാണ് ഇതും സൂചിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച വരെ ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തത്. എന്നാൽ വെള്ളിയാഴ്ച വളരെ വലിയൊരു ഫോൾ തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡിലെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായ 48,526 ബ്രേക്ക് ചെയ്തെങ്കിലും ഒടുവിൽ അതിന് മുകളിലായിട്ട് തന്നെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇനി ഡൗൺ സൈഡിലെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ഡൗൺ സൈഡിലുള്ള 48,287 തന്നെയാണ്. അതിന് താഴെ തിങ്കളാഴ്ചത്തെ ലോ ആയിട്ടുള്ള 47,900 കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്സൈഡിൽ 49,000 അതിനുശേഷം 49,450 ശ്രദ്ധിക്കേണ്ട ലെവലുകളാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000 അതിനുശേഷം 51,000 സ്ട്രൈക്കും അതിനുശേഷം 50,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 48,000 അതിനുശേഷം 47,000 സ്ട്രൈക്കും അതിനുശേഷം 46,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,000 ഇന്ത്യ വിക്സ് വെള്ളിയാഴ്ച ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. 15.75 1.83% ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധാപൂർവ്വം മാത്രം ട്രേഡ് എടുക്കുക. ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഒരുപാട് പേർ പണം കളയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധാപൂർവ്വം മാത്രം പഠിച്ച് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അത്തരത്തിൽ ബേസിക് മുതലുള്ള കാര്യങ്ങൾ പഠിച്ച് ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വെറും 4 ക്ലാസ് കൊണ്ട് ഓപ്ഷൻസിന്റെ ബേസിക് മുതലുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു തറോ നോളജ് ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ ഇവിടെ ഒരുക്കുകയാണ്. ഇനി ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിന്റെയും ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്യുന്നതും. ബാക്കി നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.